സാർ, കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ കൂണ് പോലെ മുളച്ചു പൊന്തിയ ഒരു ജൂവലറി ആയിരുന്നു അൽ മുക്താർ. അതിപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അതുമായി ബന്ധപ്പെട്ട് പല റെയ്ഡുകളും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ സംഭവിച്ചത് എന്താണ്? അൽ മുക്തദാർ എന്ന് പറയുന്നത് ദിവസവും ഒന്നാം പേജ് നമുക്ക് പത്രം വാങ്ങിച്ചാൽ വാർത്ത വായിക്കാൻ പറ്റില്ല. അൽ മുക്തദാർ അതിൻ്റെ ഉടമസ്ഥൻ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നിട്ട് അതിൻ്റെ ഗുണഗണങ്ങൾ വിവരിക്കുക എന്നാണ് പത്രങ്ങളിൽ. ചാനലുകളിലും അതുപോലെ തന്നെ അൽ മുക്തദാർ. എന്തുകൊണ്ട് ആകാശത്തുനിന്ന് പൊട്ടി വീണ എന്തോ ഒരു സംഭവം പോലെ, നൂല് പോലെ ഒക്കെ നമ്മളെ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഡോക്ടറാണ്, പേരെന്തോ ആട്ടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ പരസ്യങ്ങൾ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആളുകൾ ഇതെല്ലാം കണ്ടങ്ങ് ഭ്രമിച്ചു. ഏറ്റവും വില കുറവിൽ സ്വർണം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. അവരുടെ പരിപാടി എന്നതാണെന്ന് വെച്ചാൽ ഈ പണം അങ്ങ് വാങ്ങിക്കും. ആ പണം കൊണ്ടാണ് അവർ പുതിയ സ്വർണം വാങ്ങിക്കുന്നത്. ഇതാണ് പരിപാടി. ഈ പരിപാടി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നിക്ഷേപങ്ങൾ അവർക്ക് കൊടുത്തു. ജനങ്ങൾ വിശ്വസിച്ച് ഇവരെ ദൈവനാമത്തിലാണ്. അൽ മുക്തദർ എന്ന് പറയുമ്പോൾ ദൈവനാമത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിലങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഇസ്ലാമിൻ്റെ നാമത്തിലുമായതുകൊണ്ട് സത്യസന്ധമായ ബിസിനസ് ആയിരിക്കും, ലാഭം നോക്കാതെയുള്ള ബിസിനസ് ആയിരിക്കും എന്ന് വിചാരിച്ച് വൻതോതിൽ ആളുകൾ പോയിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത പണം അവർ മുടക്കി പുതിയ സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇതിൻ്റെ പരസ്യത്ത് ആണല്ലോ ആധുനിക യുഗത്തിൻ്റെ ചാലക ശക്തി എന്ന് പറയുന്നത്. പത്രങ്ങൾക്കും സന്തോഷമായി. ഫുൾ പേജ് പരസ്യങ്ങൾ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുക. വരുമാനം നന്നായിട്ടങ്ങ് കൂടി. അപ്പോൾ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സംശയം തോന്നി. അപ്പോൾ റെയ്ഡ് വന്നു. നികുതി വകുപ്പിൻ്റെ റെയ്ഡ് വന്നു. ആദ്യമൊന്നും കുഴപ്പമൊന്നും കണ്ടുപിടിച്ചില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ അൽ മുക്തദർ സ്ഥാപനങ്ങളിലും ഒരുമിച്ച് റെയ്ഡ് നടത്തി. അപ്പോഴാണ് കള്ളി വെളിച്ചത്താവുന്നത്. ഇവർ ഈ നിക്ഷേപകരെ കബളിപ്പിക്കുകയായിരുന്നു. നിക്ഷേപകർക്ക് വേണ്ടി ഒന്നും വായിക്കാതെ അവർ കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ടോ അവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു സംഭവം. എന്ന് മാത്രമല്ല, ഇതിന് GSTയോ നികുതിയോ ഒന്നും അടയ്ക്കാതെ കണ്ട് നികുതി വെട്ടിപ്പ് നടത്തുകയും. അപ്പോൾ ഈ വമ്പൻ പരസ്യങ്ങളുടെ മറവിൽ ഏറ്റവും ശുദ്ധമായ സ്വർണം നിങ്ങൾക്ക് ഏറ്റവും സത്യസന്ധമായ വിലയ്ക്കെന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു. പത്രങ്ങൾ അതിന് കുടപിടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ റെയ്ഡ് നടക്കുമ്പോൾ വലിയൊരു സംഭവമാണത്. ആ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് ചെയ്ത് വൻതോതിൽ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. വെട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ പത്രങ്ങൾ മൗനം പാലിച്ചു. വെടിവിഴുങ്ങി പത്രങ്ങൾ എന്ന് പറയുന്നത് നികുതി വിഴുങ്ങി പത്രങ്ങൾ. ഈ നികുതിയെ സംബന്ധിച്ച് മഹത്തായിട്ടുള്ളൊരു സംഭവം കേരളത്തിൽ നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വാർത്ത വരുമ്പോൾ അതങ്ങ് വിഴുങ്ങി. കാരണം എന്താ? അവർക്ക് പരസ്യം തന്നുകൊണ്ടിരുന്ന, അവർക്ക് സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് പോയത്. ഇതുപോലെ തന്നെയായിരുന്നു. ഇവർ മാത്രമല്ല, ആലൂക്കാസിൻ്റെ സ്ഥാപനങ്ങളിലും പണ്ട് റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിലും കോടിക്കണക്കിന് രൂപ അവരുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. അപ്പോഴും പത്രങ്ങൾ മൗനം അവലംബിച്ചു. എന്താ കാര്യം? അവർക്ക് പരസ്യം കിട്ടുന്നുണ്ട്. ചാനലുകളും മൗനം അവലംബിച്ചു. ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു കോണിൽ മാത്രം ഒരു വാർത്ത വന്നു, അത്രമാത്രം. അതറിയാതെ കണ്ട് പറ്റിപ്പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുക്തദറിൻ്റെ കള്ളത്തരം മാത്രമല്ല, പത്രം കൂടെയും കള്ളത്തരം. നിങ്ങൾ സത്യസന്ധമായിട്ടൊരു വാർത്ത കൊടുക്കേണ്ടതല്ലേ? ഇവരെ പത്രങ്ങൾ അവരുടെ എഡിറ്റോറിയലിലൂടെ എല്ലാവരെയും മോദിയെയും BJPയെയും എല്ലാം ധാർമ്മികത പഠിപ്പിക്കും. പക്ഷേ മാധ്യമ ധാർമ്മികത എന്നുള്ളത് അവർ പാലിക്കാതിരിക്കും. ഇതിൽ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ ജനിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സത്യസന്ധതയുടെ ബലിയാടായിട്ട് സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് നാട് കടത്തപ്പെട്ട രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ അർത്ഥകായ പ്രതിമ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധർമ്മം, അദ്ദേഹം പഠിപ്പിച്ച മാധ്യമധർമ്മം അവർ മറന്നിരിക്കുന്നു. അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വാധീനത്തിന് വിധേയമായി, അത് രാഷ്ട്രീയക്കാരായാലും വ്യാപാരിക്കാരായാലും അവരുടെ സൗജന്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സത്യം മറച്ചു വയ്ക്കരുത്. ആ ധർമ്മം, ആ മാധ്യമധർമ്മമാണ് ഈ മാധ്യമ പ്രഭുക്കൾ മറന്നിരിക്കുന്നതിൻ്റെ വാർത്ത. ഇതിപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള അനുഭവമല്ല, അല്ല, എപ്പോഴും എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിതിൽ പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് ഒരു വലിയ വ്യാപാര സ്ഥാപനം എറണാകുളം നഗരത്തിൻ്റെ മധ്യത്തിൽ നടത്തുന്ന കള്ളത്തരം, അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വളരെ ആധികാരികമായിട്ടും സത്യസന്ധമായിട്ടും തയ്യാറാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്രസ്ഥാപനത്തിൽ കൊണ്ടുകൊടുത്തു.
അപ്പം ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം വരും, വലിയ വാർത്തയാകും, എൻ്റെ ബൈലൈൻ വരും എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു. വന്നില്ല. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു, അവർക്ക് മനസ്സിലായി ഇത്രയും വലിയൊരു വാർത്ത വരാതിരുന്നാൽ നിരാശ വരും. അവർ തന്നെ പറഞ്ഞു, നമുക്ക് 1-ാം പേജിൽ 4 കോളം പരസ്യം തരുന്ന സ്ഥാപനമാണ്. ജ്വല്ലറിയാണ്. ജ്വല്ലറി, അതൊരു തുണിക്കട. അന്ന് സ്വർണ്ണത്തിന് അത്രയും പ്രാധാന്യമില്ല, ഒരു തുണിക്കടയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റുകയില്ല, സോറി. ഇതുപോലെ തന്നെ വേറെ സിഡ്കോയിലെ ഒരു അഴിമതിയെക്കുറിച്ചും കൊടുത്തപ്പോഴും വന്നു പരസ്യം കിട്ടുന്നതാണ്. അപ്പോൾ ഈ പരസ്യം എന്ന് പറയുന്നത് പലപ്പോഴും സത്യം മറച്ചു വയ്ക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് മരംമുറി കേസിലെ പ്രതി ഒരു ചാനലിൻ്റെ സ്പോൺസറാണ്. അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ചാനൽ വാർത്ത കൊടുക്കുന്നില്ലേ? എന്ത് മാധ്യമ ധാർമ്മികതയാണ്? അപ്പോൾ സ്വർണ്ണക്കടക്കാരനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ വാലിൽ തൂങ്ങി നിൽക്കുന്ന ഈ മാധ്യമ സ്ഥാപനങ്ങളും അധാർമികതയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ശരിക്കും ഇപ്പോൾ അൽ മുക്തദർ എന്ന് പറയുന്നത് ആട് തേക്ക് മാഞ്ചിയം പോലുള്ള ഒരു തട്ടിപ്പാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് അൽ മുക്തദർ അല്ലാത്ത ജ്വല്ലറി സ്ഥാപനങ്ങളെല്ലാം, സ്വർണ്ണാഭരണ മാളികകളെല്ലാം, സ്വർണ്ണാഭരണശാലകളെല്ലാം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർ മാത്രമല്ല, പലരും നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം തരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നുണ്ട്. ക്യൂ ആണതിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിവേരായിട്ടുള്ളത് എന്താ? നമ്മളുടെ ഈ സ്വർണത്തോടുള്ള അമിതമായ കമ്പം. എന്തിനാണ് ഈ അമിതമായ കമ്പം? ഭൂമിയാണെങ്കിൽ കെട്ടിടം വയ്ക്കാൻ, കൃഷി ചെയ്യാം. സ്വർണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുത്തിൽ അണിഞ്ഞിങ്ങനെ നടക്കാമെന്നല്ല. എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ഈ ആഡംബര ഭ്രമം നിങ്ങളുടെ ഈ 100 പവൻ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പവൻ പോലും സ്വർണത്തിൻ്റെ ഒരു തരി പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ആഡംബരം കാണിക്കുമ്പോൾ. അനാവശ്യമായ ഈ ആഡംബരം, ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാഴ് വസ്തുവാണ്, തിളക്കമുണ്ടെന്നല്ലാതെ. ആ ഒരു വസ്തുവിനെ നിങ്ങൾ ഇത്രയധികം ഭ്രമമുള്ളവരാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ഇത്തരം കള്ളത്തരങ്ങൾ, എന്തെല്ലാം കേസുകളാണ് വരുന്നത്. സ്വർണ്ണത്തട്ടിപ്പ്, സ്വർണ്ണ കള്ളക്കടത്ത്, അത് രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് വരെ കാരണമാകുമെന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ. PV അൻവറിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിലൂടെ, ട്രജക്ടറിയിലൂടെ, പശ്ചാത്തലത്തിലൂടെ രാഷ്ട്രീയമായ ചലനങ്ങൾ വരെ ഉണ്ടാക്കുന്നു അമിതമായ നമ്മളുടെ ഈ ഭ്രമം. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട സ്വർണ്ണത്തിനോടുള്ള അമിതമായ ഭ്രമം, അത്യാവശ്യത്തിനുള്ളതായിക്കോട്ടെ, ഈ ഭ്രമം ഉപേക്ഷിക്കുക. വില കൂടി വരുന്ന സ്വർണ്ണത്തിന് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിൻ്റെയോ വാഹനത്തിൻ്റെ പോലും വില, വാഹനം ഗതാഗതത്തിന് ഉപകരിക്കും, വസ്തു വീട് വെക്കാൻ ഉപകരിക്കും. ഈ സ്വർണ്ണം എന്തിനാണ് ഉപകരിക്കുക? നിങ്ങൾക്ക് ആഡംബരം കാണിക്കാൻ. അതില്ലെങ്കിലും നിങ്ങളുടെ സൗന്ദര്യം അവിടെ തന്നെ നിലനിൽക്കും. സ്വർണം കൊണ്ടല്ല. ക്ലിയോപാട്ര എന്ത് സ്വർണ്ണം അണിഞ്ഞിട്ടാണ് അവർക്ക് സൗന്ദര്യം ഉണ്ടായത്? ഹെലൻ ഓഫ് ട്രോയ്, ദ ഷിപ്പ്, ദ ബ്യൂട്ടി ദാറ്റ് സാങ്ക് 1000 ഷിപ്സ് എന്നാണ് പറയുന്നത്. 1000 രാജാക്കന്മാർ പടയോട്ടം നടത്തി 1000 കപ്പലുകൾ മുക്കിയ അത്രയധികം യുദ്ധങ്ങളുണ്ടായത് ഹെലനെ കിട്ടാൻ വേണ്ടിയാണ്. ഹെലൻ്റെ സൗന്ദര്യം കൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ സൗന്ദര്യം ഒന്നും സ്വർണ്ണം ഇട്ടിട്ടായിരുന്നില്ല, അത് നൈസർഗികമായിട്ടുള്ളതാണ്. സ്വർണ്ണം ഇട്ടിട്ട് നിങ്ങളുടെ സൗന്ദര്യം കൂട്ടാമെന്ന് വിചാരിക്കും, തെറ്റാണ്. പിന്നെ നിങ്ങളുടെ ഒരു വാണിജ്യ വസ്തുവായിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്കത് പണയം വെക്കാം, അതുപോലെ തന്നെ നല്ല വിലയുള്ളതുകൊണ്ട് വിൽക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രയോജനം. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇതൊരു ശരിക്കും ലോഹങ്ങളിൽ ഒന്ന് മാത്രമാണ്. ലോഹങ്ങളിൽ പലതും തിളക്കമുള്ളതാണ്. ആ വസ്തുക്കളായാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ അമിതമായിട്ട് ഈ ജ്വല്ലറികളിൽ പോയി ക്യൂ നിന്നും മുൻകൂട്ടി നിക്ഷേപം നടത്തിയും ഇതിൻ്റെ മാറ്റും പവനും കൂട്ടരുത്. പലപ്പോഴും ഇത് ഒരു കടയിലും ശുദ്ധമായിട്ടുള്ള സ്വർണം കൊടുക്കുന്നില്ല, തനി തങ്കം ഒരു കടയിലും കൊടുക്കുന്നുമില്ല. ഈ തിരിച്ചറിവുകളോടെ ഇത്തരം അഴിമതിക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. മുൻകൂട്ടി നിക്ഷേപം നടത്തി സ്വയം ചെന്ന് ചതിയിൽപ്പെടരുത്. കോഴിക്കോട്ടുള്ള പലരും നിക്ഷേപം നടത്തി കിട്ടിയിട്ടില്ല, കടകളിൽ ബഹളവും അടിപിടിയും കലശലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആടുതാക്ക് മാഞ്ചിയത്തിൻ്റെ അനുഭവം നമ്മളെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഇനിയെങ്കിലും ഈ അനുഭവം നമുക്ക് പാഠമായി തീരട്ടെ. അല്ലാതെ ഈ വാണിജ്യ കള്ളക്കടത്തുകാരെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. പിന്നെ കള്ളക്കടത്തിൽ നിന്ന് കിട്ടുന്ന സ്വർണ്ണമാണ് പല കടകളിലും ആഭരണങ്ങളായി വിൽപ്പനയ്ക്ക് എത്തുന്ന എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻവോയ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പല കടകളും ബില്ല് കൊടുക്കാറില്ല എന്നുള്ളതും. പലരും വാങ്ങുന്നവർ തന്നെ അല്ല, ഞാൻ ബില്ല് വേണ്ട, അപ്പോൾ കുറച്ച് പൈസ കുറച്ച് കൊടുക്കും. അത് രാഷ്ട്രത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. സംസ്ഥാനത്തോട് വരുമാനമില്ലാതെ വലയുന്ന സംസ്ഥാനത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ബില്ല് തീർച്ചയായിട്ടും വാങ്ങിക്കുക തന്നെ വേണം. മുൻകൂർ നിക്ഷേപം ഒരിക്കലും നടത്താനും പാടില്ല എന്നുള്ള ഗുണപാഠമാണ് ഈ വാർത്ത നമുക്ക് നൽകുന്നത്.